ഹലോ നമസ്കാരം ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നാളെ ഉത്രാട ദിനമായിട്ട് ഷോപ്പിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സെറ്റ് കൊണ്ട് കൊടുക്കണമായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. രാത്രി 12 മണിയാകുമ്പോൾ ഞുറുവെടുക്കും അറിയാൻ വയ്യാത്ത ഞാൻ സാരി കൊടുക്കാൻ. പിറ്റേ ദിവസം രാവിലെ ഞാൻ സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സദ്യയൊക്കെ കഴിച്ചു. സദ്യ കളിക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ധൃതി കാരണം വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഷോപ്പില്. വൈകുന്നേരം പൂ വാങ്ങി എന്ന് വെച്ചാൽ പിറ്റേ ദിവസം അത്തപ്പൂ ഉണ്ടായി. അതിന് പൂ വാങ്ങി പടക്കമൊക്കെ പൊട്ടിച്ച് കുഞ്ഞിനെ കൊണ്ടായിരുന്നു പടക്കവും അട്ടയൊക്കെ വാങ്ങി ഞങ്ങൾ ഒത്തിരിയും കമ്പത്തിരിയൊക്കെ കത്തിച്ചു രാത്രി തന്നെ. കുഞ്ഞിന് കൈ പിടിച്ച് കറക്കി കയ്യിലൊക്കെ വീഴേണ്ടായിരുന്നു. പിന്നെ വഴക്കൊക്കെ പറഞ്ഞ് കയ്യിൽ നിന്ന് വാങ്ങി പടക്കൊക്കെ പൊട്ടി മേത്തെങ്ങാണം വീണാലോ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും അവന് എല്ലാം കത്തിക്കാൻ വേണ്ടിട്ട് ഒരുക്കുമായിരുന്നു. അപ്പൊ അമ്മയും ഗൗരിയും കൂടെ അത്തപ്പൂ നല്ല പൂവെല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു. സെറ്റ് ചെയ്ത് എല്ലാം പറിച്ച് ഇറുത്തെടുത്ത് ഒത്തിരി കളറൊന്നും ഇല്ലായിരുന്നു. അങ്ങാണ്ട് 2-3 കളർ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് ഞാനും കുഞ്ഞിനും കൂടെ അടുക്കളക്കകത്ത് എന്തെല്ലാം സാധനങ്ങൾ വെക്കണോ എടുക്കണോ എന്നുള്ളത് നോക്കുമായിരുന്നു. ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ അടുക്കി പെറുക്കി വെക്കുക. അതിനുശേഷം ചേട്ടനാമ്മയും ഗോതമ്പൊടി വെച്ച് ഡിസൈൻ വരച്ചിട്ട് അതിന്റെ പുറത്തൂടെ ഞങ്ങള് പൂവിട്ട് അത്തപ്പൂ എല്ലാം റെഡി ആക്കുമായിരുന്നു. അറിയാൻ വയ്യ അത്തപ്പൂ ഇടാൻ. ആകെ 3 കളറും ഉണ്ട്. ഞാനും കുഞ്ഞുണ്ണി ഇതെല്ലാം കൊണ്ട് വലിയൊരു അത്തപ്പൂ സെറ്റ് ചെയ്തു. ഒരു 3-4 കളർ വെച്ചിട്ട് അത്തപ്പൂ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി അത്തപ്പൂ. പിന്നെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളെ കാണാം നമുക്ക് പുതിയ വിശേഷം.